യൂട്യൂബിൽ വരുന്ന ഓരോ തുടക്കക്കാരുടെയും ഏറ്റവും വലിയ ഫസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് നേടുക എന്നുള്ളതാണ്. അത് അത്ര എളുപ്പവുമല്ല, ചെറിയ കാര്യവുമല്ല. ഇപ്പോൾ നമുക്ക് ഇത്രയും സബ്സ്ക്രിപ്ഷൻ കിട്ടിയെങ്കിലും തുടക്കത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്ത ആ ഒരു കഷ്ടപ്പാട്, ആ ഒരു സ്ട്രഗിൾ ഓർക്കുമ്പോൾ അത് വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് ഓരോ യൂട്യൂബറിന്റെ ലൈഫിൽ 1K സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ 1K സബ്സ്ക്രിപ്ഷൻ നേടുവാനുള്ള ഒരു ചെറിയ ടിപ്പാണ് പരിചയപ്പെടുത്തുക. ഒരു ചെറിയ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറച്ച് വർക്ക് ചെയ്യണം, പക്ഷേ നമുക്ക് എഫക്റ്റീവായിട്ട് കുറച്ച് ആളുകളെ നമ്മുടെ ചാനലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഒരു യൂട്യൂബറിന് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം ക്ഷമയാണ്. അതായത് അത്യാവശ്യം കൂടുതൽ നാൾ കുറച്ച് സമയം വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ഇപ്പൊ എന്റെ ചാനലിന്റെ കേസിലാണെങ്കിൽ പോലും എനിക്ക് 1.5 വട്ടത്തിന് ശേഷമാണ് മോണിറ്റൈസേഷൻ കിട്ടുക. പിന്നീടും ആദ്യമായിട്ട് ഡോളർ പിൻവലിക്കാനായിട്ട് പിന്നെയും നാളുകൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ആ ഒരു കാലയളവിൽ ഏതാണ്ട് 1500-ലധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ക്ഷമയോടെ വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ ക്ഷമ നിങ്ങൾ ആദ്യം ഈ വീഡിയോയിൽ കാണിക്കുക. വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ പറ്റുക, എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, യൂട്യൂബിൽ വളരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ വീഡിയോ മുഴുവനായും കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് കണ്ടന്റിലേക്ക് വരാം. 1000 സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ ആദ്യം ഒരു ചാനലൊക്കെ തുടങ്ങി പതിയെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും, കൂട്ടുകാർക്ക് കൊടുക്കും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, അല്ലെ? അങ്ങനെ പല രീതിയിൽ നമ്മൾ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. നമുക്കൊരു പരിധിയുണ്ട്. ഒരു 100, 200, 300 ആളുകളെയൊക്കെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ വഴിയോ ലിങ്കുകൾ വഴിയോ ഒക്കെ എത്തിക്കാൻ പറ്റിയേക്കാം. പക്ഷേ പിന്നീട് 1000 എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പയിലേക്ക് എത്തുവാൻ നമ്മൾ നന്നായിട്ട് വേർപെടുക്കേണ്ടതായിട്ട് വരും. ചിലരുടെ കേസിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ വൈറലാകും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് വന്നോളും. അതൊരു കേസ്. പക്ഷേ തുടക്കക്കാര് വീഡിയോ ഒന്നും വൈറലായിട്ടില്ല, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂട്യൂബിൽ ആരും തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനലിന്റെ പ്രസൻസ് മാക്സിമം യൂട്യൂബിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൽ അത്യാവശ്യം വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണം, റെഗുലർ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഒരു 10 വീഡിയോ എങ്കിലും ഉള്ള അത്യാവശ്യം നല്ല വീഡിയോകൾ, ഷോർട്സ് അല്ല, ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് 10 വീഡിയോ എങ്കിലും ഉള്ള ഒരു നല്ല ചാനലാണ് എങ്കിൽ, അതായത് സബ്സ്ക്രിപ്ഷൻ കുറവാണ്, 10 വീഡിയോ എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചാനലാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ തന്നെ നമ്മുടെ ചാനലിന്റെ പേര്, നമ്മുടെ ചാനലിന്റെ പ്രസൻസ് യൂട്യൂബിൽ അല്ലെങ്കിൽ യൂട്യൂബിന്റെ വേൾഡില് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ടിപ്പ്. വേറെ ഒന്നുമല്ല, ഇതിനുവേണ്ടി ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല റീച്ചുള്ള നല്ല വീഡിയോകളുടെ താഴെ നിങ്ങൾ പോയി കമന്റ് ചെയ്യുക. ഓക്കെ, നല്ല വീഡിയോകളുടെ താഴെ കമന്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ, ഞാൻ സപ്പോർട്ട് ചെയ്യാവുന്നോ, അങ്ങനെയുള്ള കമന്റുകളല്ല ചെയ്യേണ്ടത്. വാലിഡ് ആയിട്ടുള്ള കമന്റ്. ആ ഒരു വീഡിയോയിൽ എന്താണോ പറയുന്നത് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കമന്റ് വേണം ചെയ്യാനായിട്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുക, തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും, എന്റെ കമന്റ് ലൈക്ക് ചെയ്യാവോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാവോ, അങ്ങനെയുള്ള കമന്റുകളല്ല ചെയ്യേണ്ടത്. വാലിഡ് ആയിട്ടുള്ള ആ കമന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ കയറി നോക്കാൻ ആളുകൾക്ക് തോന്നുകയും വേണം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിന്റെ പേരും അതോടൊപ്പം തന്നെ ഡി പി അല്ലെങ്കിൽ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചർ അതും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിരിക്കണം. കാരണം കമന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന്റെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ചാണ് ചാനലിനെ ഐഡന്റിഫൈ ചെയ്യുക ആളുകള്. കമന്റ് വായിക്കുന്നവര് നമുക്കറിയാം, ഇന്ന് ആളുകൾ ഏതൊരു വീഡിയോ കണ്ടാലും കമന്റ് വായിക്കാറുണ്ട്, അല്ലേ? ഞാൻ വായിക്കാറുണ്ട്, നിങ്ങളൊക്കെ വായിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സോ കമന്റുകൾ വായിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ കാണുന്ന കുഞ്ഞു കുഞ്ഞു തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ ഹെഡ് കമന്റുകളോ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ, കാര്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വായിച്ച് നോക്കാറുണ്ട്. എന്റെ ചാനലിലാണെങ്കിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വീഡിയോസ്, അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള നല്ല ചാനലുകളിലെ നല്ല വീഡിയോസിന് താഴെ പോയി കമന്റ് ചെയ്യുക. കമന്റ് ഷുഡ് ബി വാലിഡ് കമന്റ്. നല്ല ഒരു കമന്റ് ആയിരിക്കണം, ജസ്റ്റ് ഒരു സില്ലി കമന്റ് ആവരുത് പോയി ഇടേണ്ടത്. ഓക്കെ, അതായത് ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ഹായ് വളരെ മനോഹരമായിരിക്കുന്നല്ലോ, ഇത് കൊള്ളാം, നന്നായിരിക്കുന്നു, ഞാനും ട്രൈ ചെയ്യും, ആ രീതിയിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പ്രസൻസ് നമ്മളവിടെ എൻഷുർ കൂടി ചെയ്യുന്നു. ഓക്കെ, ആ രീതിയിൽ നമ്മൾ മാക്സിമം ഒരു ദിവസം കുത്തിയിരുന്ന് കമന്റ് എടുക്കുക എന്നുള്ളതല്ല, പതിയെ ഒരു ചാനലിൽ തന്നെ പോയും ചെയ്യരുത്. പല ചാനലുകളിൽ നല്ല റീച്ചുള്ള വീഡിയോകളുടെ താഴെ ഈ രീതിക്ക് കമന്റ് ചെയ്യുക. ഏത് രീതിക്ക്? വാലിഡ് ആയിട്ടുള്ള, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ രീതിക്കുള്ള കമന്റുകൾ ചെയ്യുക. അപ്പൊ ഇപ്പൊ തന്നെ തുടങ്ങിക്കൊള്ളുക. അധികം റീച്ചില്ലാത്ത ചാനലാണ്, ചെറിയ ചാനലാണ് എങ്കിലും
ഈ വീഡിയോയിലും അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ വരുന്ന ചാനലാണ്. നിങ്ങൾ ഇവിടെ തന്നെ കമന്റ് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും എനിക്ക് ആ ചാനൽ കാണുമ്പോൾ ഒരു ഇംപ്രഷൻ തോന്നുമല്ലോ. സോ ഞാൻ തന്നെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങാം. അതുപോലെ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ചാനലിലേക്ക് എത്താനും നിങ്ങളുടെ ചാനലിന്റെ പ്രസൻസ് യൂട്യൂബ് വേൾഡിൽ എൻഷുർ ചെയ്യാനും ഈ കമന്റിംഗ് കൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള കമന്റുകൾ തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഒരുപാട് പേര് എന്റെ ചാനലിന്റെ താഴെ വീഡിയോ കമന്റ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാതിരിക്കുക. വാലിഡ് കമന്റുകൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ കേസ്, നിങ്ങൾ കമന്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയ്ക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടും. സോ ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. ആ സമയം തന്നെ നിങ്ങളുടെ കമന്റും കൂടുതൽ ആളുകളിലേക്ക് എത്തും. സയന്റിഫിക്കലി പ്രൂഫ് ഒന്നുമില്ല, അല്ലെങ്കിൽ ടെക്നിക്കലി പ്രൂഫ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് മനസ്സിലായ കാര്യം, യൂട്യൂബ് വീഡിയോയിൽ കമന്റിനും ലൈക്കിനും ഡിസ്ലൈക്കിനും എന്തൊക്കെയോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അത് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിന് ലൈക്ക് കൂടിയാലും ഡിസ്ലൈക്ക് കൂടിയാലും കമന്റ് കൂടിയാലും നമ്മുടെ വീഡിയോയുടെ റീച്ച് ഓട്ടോമാറ്റിക്കലി കൂടുന്നതാണ്. സോ നിങ്ങൾ ഇടുന്ന കമന്റ് അവരുടെ വീഡിയോയ്ക്ക് ഒരു സപ്പോർട്ട് ആവുന്നുണ്ട്. ആ സമയം തന്നെ നിങ്ങളുടെ ചാനലും കൂടുതൽ ആളുകളിലേക്ക് അവരുടെ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവം, നിങ്ങളുടെ ചാനലിലും നിങ്ങളുടെ കമന്റും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ്. അപ്പൊ കൂടുതൽ ആളുകൾ, ഇപ്പൊ 1,00,000 പേര് കാണുന്ന വീഡിയോ ആണെങ്കിൽ 10-20 പേരെങ്കിലും നിങ്ങളുടെ ചാനലിൽ കയറി കാണാൻ ഒരു സാധ്യതയുണ്ട്. അതിലൊരു 5 പേര് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നമ്മൾ ആ രീതിക്ക് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഒരുപാട് പേര് ചെയ്യണം, ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് 1K അടിക്കണം, അത് വേണ്ട. പതിയെ ഗ്രാജുവലി നമ്മളെ ആ ഒരു ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റും. ഈ സമയത്ത് നിങ്ങൾ ഈ കമന്റ് ഇട്ടുകൊണ്ട് മാത്രം ഇടാൻ പോരാ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ചാനൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് റെഗുലർ ഇന്റർവെല്ലില് വീഡിയോസ് കയറി പോകുന്ന ചാനലാവണം. ഷോർട്സ് മാത്രമല്ല, ഷോർട്സ് ഓക്കെ, ലെങ്തി വീഡിയോസ്, നല്ല വീഡിയോകളും ഉണ്ടാവണം. അപ്പൊ എങ്കിൽ മാത്രമേ ആളുകൾ കമന്റ് കണ്ടുവരുന്ന ആൾക്കാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ആളുകളെ നമുക്ക് കമന്റ് ഇട്ട് പിടിക്കാനുള്ള ചെറിയൊരു കുറുക്ക് വഴിയാണ്. ഞാൻ എന്റെ തുടക്കകാലത്ത് കുറെ പയറ്റി നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് കുറെ ആളുകളെ കിട്ടും. സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനലിന്റെ പേര് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പോവുകയാണ്. മീൻസ് നമ്മുടെ ചാനൽ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ളത് യൂട്യൂബിൽ മനസ്സിലാവുന്നുണ്ട്. അതേസമയം നമ്മുടെ കമന്റ് പല സ്ഥലങ്ങളിൽ ചെല്ലുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഈ ചാനലിന്റെ പേര്, നമ്മുടെ ആ പ്രൊഫൈൽ പിക്ചറൊക്കെ റീച്ച് ആവുന്നുണ്ട്. സോ അത് നമുക്ക് ഒരു ഇമ്പാക്ട് തരുന്നുണ്ട്. ഇതിനെ പ്രത്യേകിച്ച് ടെക്നിക്കൽ ഒരു പ്രൂഫ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ലൈക്ക്, കമന്റ്, ഡിസ്ലൈക്ക് 3 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് ചെയ്യുക, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. ഇനി കമന്റ് ഇട്ടുകൊള്ളുക, 1-2 കമന്റ് ചെയ്തുകൊള്ളുക, നല്ല കമന്റുകൾ ചെയ്യുക. അപ്പൊ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും ഇതുപോലെ സപ്പോർട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ വീഡിയോ മാക്സിമം റീച്ച് ആക്കുക കേട്ടോ. അത് എനിക്കും യൂസ്ഫുൾ ആണ്. വളരെ ഓപ്പൺ ആയിട്ട് പറയാനോ, എനിക്കും വീഡിയോ റീച്ച് ആകുമ്പോൾ യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റും ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതാണ്. സോ ആ രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ യൂട്യൂബ് സീരീസിലെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ്. നമ്മൾ എന്താണ് യൂട്യൂബ്, സബ്സ്ക്രൈബർ കൗണ്ട്, വാച്ച് അവർ, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. തംബ്നെയിലിന്റെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്തു. ഇന്നാണ് നമ്മൾ 1K സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കാം. എനിവേ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യാതെ പോകരുത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു ടിപ്പുമായിട്ട്, അല്ലെങ്കിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട എന്റെ എക്സ്പീരിയൻസ് ഷെയറിംഗിന്റെ സീരീസിന്റെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആയും തന്നെ വിശ്വസിക്കട്ടെ. ഇനി ഇല്ലെങ്കിൽ അതും കമന്റ് ചെയ്തോളൂ കേട്ടോ. കൊള്ളത്തില്ല, ഇയാൾ ഇത് എന്തുപോയി പറയുന്നത്, വല്ല നടക്കുന്ന കാര്യമാണോ, അങ്ങനെയാണെങ്കിൽ അതും കമന്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. നമ്മുടെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ചാനലാണ്. ടെക്നിക്കൽ വീഡിയോസും എഡ്യൂക്കേഷൻ വീഡിയോസും ആണ് പ്രൊവൈഡ് ചെയ്യുക. ജോബ് അലർട്സ്, ജോലികളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മൾ നൽകാറുണ്ട്. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ് ഉണ്ട്. കൂടാതെ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സ്, അഡ്മിഷൻസ്, അലോട്ട്മെന്റ്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു മേഖല. ഓക്കെ, എനിവേ ചാനൽ കയറി നോക്കുക. യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക, കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കമന്റിലൂടെ കൂടുതൽ സബ്സ്ക്രിപ്ഷനെ കിട്ടാൻ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.